2024 കഴിഞ്ഞത് ലോക്സഭ സീറ്റ് 204. 25 പഹൽഗാം ഭീകരാക്രമണമാണ്. എന്നാലും അതിന്റെ മുകളിൽ പലതരം ചർച്ചകളാണ് നടക്കുന്നത്. ഞാനിങ്ങനെ അടുത്തത് എന്താണ് വരാൻ പോകുന്നത് ആലോചിച്ച് നിൽക്കരുത്. ഇതാ വന്ദേ മാതരത്തിന്റെ മുകളിൽ വരെ കൈവച്ചിരിക്കുന്നു. 26 ഓഗസ്റ്റ് 15 വന്ദേ മാതരം 5 സ്റ്റാൻസ് പാടാൻ കുറച്ച് ആൾക്കാർ മസിൽ പിടിച്ച് നിൽക്കുന്നു. 2 സ്റ്റാൻസ് മാത്രം പാടിയാൽ മതി കുറച്ച് ആൾക്കാർ പറയുന്നു. എന്നിട്ട് ഈ പതാക ഉയർത്തിയ സമയത്ത് 5 സ്റ്റാൻസ് നിന്നിട്ട് വന്ദേ മാതരം ഒരു ടീം പാടുന്നു. തൊട്ടപ്പുറത്ത് ഭയങ്കര സൗണ്ടിൽ ജനഗണമന പാടുന്നു, ദേശീയഗാനം പാടുന്നു. ഈ 2 ടീമും വന്ദേ മാതരത്തിന് ജനഗണമനന് കളിയാക്കുന്ന പരിപാടിയല്ലേ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇവർക്ക് വൃത്തിക്ക് അറിയാം. 4ാമത്തെ സ്റ്റാൻസിൽ കിടക്കുന്നത് ദുർഗാദേവി, ലക്ഷ്മി ദേവി, സരസ്വതി ദേവിനെ പറ്റിയിട്ടൊക്കെ ഇന്ത്യയെ ഉപമിച്ച് ആ 1ാമത്തെ 2ാമത്തെ വരികളിൽ ഈ ഭംഗിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. പിന്നെ അതിന് ഒരു ദുർഗാദേവിന്റെ ശക്തിയായിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര കാവ്യാത്മകമായിട്ട് പറഞ്ഞ സാധനങ്ങളാണ്. അതിലോ ഹിന്ദുവിലുള്ള ദൈവങ്ങളുടെ പേരുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഒരു സ്റ്റാൻസ് ഇടും അത് കയറ്റി വെക്കാം. ഇപ്പൊ മുസ്ലിങ്ങൾ അത് പാടൂല. അടുത്തത് ഇനി നമ്മൾ കാണാൻ പോകുന്ന നാടകം, അതായത് മീഡിയാസ് മൊത്തം റെഡിയായി നിൽക്കണം. അടുത്തത് എന്താണ് സാറേ ഇടേണ്ടത്? തേജോ മഹാൽ. തേജോ മഹാലിന്റെ പിന്നാലെ ഇപ്പൊ നമ്മൾ പോകണം. നമ്മൾ കുറെ നാടകങ്ങൾ കാണണം. പിന്നത്തെ കാര്യം എന്താണെന്ന് അറിയാം, വൃത്തിക്ക് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ട് അതിലൊക്കെ പോയി നിങ്ങൾക്ക് പഠിക്കാം. ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പക്ക നാടകമാണ്. ഇനി അടുത്തത് തേജോ മഹാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദു മുസ്ലിങ്ങളുടെ ഇടയിൽ വിഭജനം ഉണ്ടാക്കുക. ഇവിടെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. ആ ഹിന്ദുസിനെ ഒരു ഭാഗത്ത് കൂട്ടി ഹിന്ദു ഖത്തറമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് കൂട്ടി ആ ടീമിന്റെ വോട്ട് മൊത്തം വാങ്ങിയിട്ട് നമ്മളെ നാടിന്റെ കോർപ്പറേഷനിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക, പണയം വെക്കുക. എന്നിട്ട് ഇവരിങ്ങനെ സുഖിച്ചിങ്ങനെ ജീവിക്കുക. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഉള്ള ജനറേഷന് ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. പിന്നെ ഇതൊക്കെ കേട്ട് BJP ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ മോനെ എന്നും ചോദിച്ച് കമന്റിൽ വരുന്ന ആൾക്കാരോട് ഒരുപാട് ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് ഒരുപാട് യോജനകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കോർപ്പറേറ്റ്സിൽ കുറെ എഴുതി കൊടുത്തതും പണയം കൊടുത്തതും ഒരുപാട് കഥകളുണ്ട്. സംഘപരിവാർ സംഘടനകളായിട്ടുള്ള RSSഉം VHPയും ബജ്രംഗളും ഭീകരവാദ സംഘടനകളായി പ്രഖ്യാപിക്കണം. RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്ന മുതിർന്ന RSS പ്രചാരകനായിരുന്ന യശ്വന്ത് ഷിൻഡെയുടെ കത്താണ്.